പക്ഷേ ധർമ്മേന്ദ്രജി കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ദയവ് ചെയ്ത് കഴക്കൂട്ടം അംഗം ഒന്ന് വിളിച്ചു പറയണം ധർമ്മേന്ദ്രജിയോട്, ഈ പണി പറ്റില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോണം. ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, കുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴക്കൂട്ടം അംഗം കുട്ടികൾക്ക് മിഠായി വാങ്ങി ഇങ്ങനെ മേശപ്പുറത്ത് വെതറിക്കൊടുക്കുന്നത് കണ്ടു. സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലം അല്ല കുറെ വർഷങ്ങളായിട്ട് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ഒരു കോലുമിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത അംഗം നിയമസഭാംഗമായതിനു ശേഷം കുറച്ചൊക്കെ മനസ്സ് നൈർമല്യം വന്ന് മിഠായികൾ ഇങ്ങനെ മേശപ്പുറത്തെങ്കിലും ഇടാൻ തുടങ്ങിയല്ലോ. അത് തന്നെ നല്ല മാറ്റമായി ഞാൻ കരുതിയാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി കരുതുകയാണ്. നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വലിയ ആശങ്കയിലാണ്. ബഹുമാനപ്പെട്ട കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കാൻ മനസ്സ് കാണിച്ചിട്ടുള്ള നമ്മുടെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പക്ഷേ നീറ്റിന്റെ എക്സാമിൽ വിഷമം അനുഭവിച്ചിട്ടുള്ള അവിടുത്തെ ആത്മഹത്യ ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങളെ ഒന്ന് വിളിക്കാൻ പോലും മനസ്സ് കാണിച്ചിട്ടില്ല. പക്ഷേ ധർമ്മേന്ദ്രജി കഴക്കൂട്ടം അംഗത്തെ വിളിച്ച് ആശംസ അർപ്പിക്കുന്നത് നമ്മൾ കേട്ടു. ദയവ് ചെയ്ത് കഴക്കൂട്ടം അംഗം ഒന്ന് വിളിച്ചു പറയണം ധർമ്മേന്ദ്രജിയോട്, ഈ പണി പറ്റില്ലെങ്കിൽ ഒന്ന് ഇറങ്ങിപ്പോണം. ഇതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്, കുട്ടികൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും കഴക്കൂട്ടം അംഗം കുട്ടികൾക്ക് മിഠായി വാങ്ങി ഇങ്ങനെ മേശപ്പുറത്ത് വെതറിക്കൊടുക്കുന്നത് കണ്ടു. സന്തോഷം. കഴിഞ്ഞ 10 വർഷക്കാലം അല്ല കുറെ വർഷങ്ങളായിട്ട് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് ഒരു കോലുമിഠായി പോലും വാങ്ങിക്കൊടുക്കാത്ത അംഗം നിയമസഭാംഗമായതിനു ശേഷം കുറച്ചൊക്കെ മനസ്സ് നൈർമല്യം വന്ന് മിഠായികൾ ഇങ്ങനെ മേശപ്പുറത്തെങ്കിലും ഇടാൻ തുടങ്ങിയല്ലോ. അത് തന്നെ നല്ല മാറ്റമായി ഞാൻ കരുതിയാണ്, ജനാധിപത്യത്തിന്റെ സൗന്ദര്യമായി കരുതുകയാണ്.